ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ പരീക്ഷണങ്ങൾ എന്ന ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് വലിയവനായ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വീണ്ടും കാണുന്നതിൽ അതിയായ എനിക്ക് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. ഇന്ന് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അധികമായി നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, പരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത യാത്രയിൽ അനേകവിധമായ പരീക്ഷണങ്ങൾ നാം എപ്പോഴും നേരിടുന്നവരാണ്. പരീക്ഷണങ്ങൾ പല വിധത്തിലും ഉണ്ട്. നമ്മളുടെ പ്രവർത്തന മേഖലകളിലും കുടുംബ ജീവിതത്തിലും നമ്മളുടെ വ്യാപാര മേഖലയിലും മറ്റും പലവിധമായ കാര്യങ്ങളിൽ പലവിധമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ആയതിനാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, പരീക്ഷണങ്ങൾ നമ്മൾ അതിജീവിക്കുവാനായിട്ട്, അതിലൂടെ നമ്മൾ മുന്നേറുവാനായിട്ട്, അതിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ അത് ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനും ആ ദൈവ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് നമ്മൾ അനുഭവിക്കുവാനായിട്ട് ആ കർത്താവായ ദൈവം എപ്രകാരമാണ് ഇടപെടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ആ ശുശ്രൂഷയിൽ അനേക സമയങ്ങളിൽ പരീക്ഷണങ്ങൾ നേരിടുന്നതായ സമയങ്ങളിൽ ദൈവത്തെ മുറുകെ പറ്റിക്കൊണ്ട് എൻ്റെ ദൈവം എന്നെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് ഞാൻ വിലപിക്കുന്നതായ സമയങ്ങൾ നിരവധി എനിക്ക് ഉണ്ട്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് നേരിട്ടതായ ചില സംഭവങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ അറിയുന്നു. എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് റൂർക്കി എന്ന ദേശത്തേക്ക് ഞാൻ ചെന്നു. അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കുകൊള്ളുവാനായിട്ടാണ് ചെന്നത്. എന്നാൽ എനിക്ക് അവിടെ വെച്ച് വളരെയധികം പനിയും ഛർദിലും എനിക്ക് പിടിപെട്ടു. വളരെയധികം വേദനയോടുകൂടി വയറുവേദനയോടുകൂടിയും ഞാൻ അവിടെ നിന്ന് തിരികെ മടങ്ങി വരുന്നതായ ഒരു സമയമായി. എന്താണ് ഇത് കാരണമെന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് അപ്പൻഡിക്സിൻ്റെ ഒരു രോഗം എനിക്ക് പിടിപെട്ടു. അത് പഴുത്ത് ശരീരത്ത് അത് പൊട്ടി. അങ്ങനെ അപ്പൻഡിക്സ് പൊട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായി മരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ എൻ്റെ ദൈവം വലിയ അത്ഭുതകരമായി എന്നെ ആ രോഗാവസ്ഥയിൽ നിന്ന് എന്നെ വഹിച്ചു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കുകയും ചെയ്തു. അപ്പോൾ പരീക്ഷണ ഘട്ടങ്ങളിൽ ദൈവം എപ്രകാരം നമ്മളെ നയിക്കുന്നു എന്നും കൂടിയാണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 12:40 നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വചനം ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യോനയുടെ ജീവിതത്തിൽ നേരിട്ട ഒരു പരീക്ഷണമാണ്. യോനയുടെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷണം എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ദാസനായ യോനയോട് നീ നിനവയിലേക്ക് ചെന്ന് നീ ആ ജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നീ പ്രസംഗിക്കണമെന്ന് യോനയോട് ദൈവം നിർദ്ദേശിക്കുന്നു. ദൈവം, എനിക്ക് തോന്നുന്നു, പല ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് ഈ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചായി കാണും. എന്നാൽ ഇവിടെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിനവയിലേക്കുള്ള ഒരു പ്രത്യേക ദൗത്യമാണ് യോനയെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൗത്യത്തിൽ യോന തൻ്റേതായ ചിന്തകളോടുകൂടി എന്തുകൊണ്ട് നിനവയിലേക്ക് പോകണം? ആ ജനം ദുഷ്ടജനമാണ്. ആ ജനം പറഞ്ഞാൽ അനുസരിക്കാത്ത ജനമാണ്. ആ ജനം അവർ ഉപദേശങ്ങൾ ശ്രവിക്കാത്ത ഒരു ജനമാണ്. അതിനാൽ ഞാനവിടെ പോകുന്നത് എനിക്ക് ഉചിതമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ യോന എന്തു ചെയ്യുന്നു? യോന തൻ്റേതായ തൻ്റെ ചിന്തയിൽ അവൻ നിനവേയ്ക്ക് പോകാതെ തർശീസിലേക്ക് ഉള്ള കപ്പൽ കയറി പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. തർശീസിൽ അവിടെ പോകുന്ന വഴിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അവിടെ എന്തു സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ നോക്കാം.
ഇവിടെ എന്താണ് സംഭവിച്ചത്? യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടാക്കി. അവിടെ ഒരു വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തരും താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു പെരുങ്കാറ്റ് യഹോവയായ ദൈവം അവിടെ ആ സമുദ്രത്തിൽ അടിപ്പിച്ചു എന്നാണ് നാം കാണുന്നത്. വേറെ ആരുമല്ല, ഇത് യോനാ നിമിത്തം അവിടെ ഒരു വലിയൊരു കോളിളക്കം, അല്ലെങ്കിൽ അവിടെ ഒരു കൊടുങ്കാറ്റ്, അവിടെ ഒരു പെരുങ്കാറ്റ് അവിടെ ഉണ്ടായി. അവിടെ യോനയോട് കൽപ്പിച്ചത് ചെയ്യാതെ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ ചിന്തയിൽ അവൻ പ്രവർത്തിക്കുവാൻ നോക്കിയപ്പോൾ ദൈവം അവിടെ ഇടപെടുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? കപ്പൽക്കാർ എല്ലാവരും അവിടെ ഭയന്നു. അടുത്ത വാക്യമാണ്. അപ്പോൾ ആ കപ്പൽക്കാരെല്ലാം വളരെയധികം പേടിച്ചു. അവർക്ക് ജീവഹാനി സംഭവിക്കുമെന്ന് അവർ ഭയന്ന് അവരെന്താണ്, അവരുടെ ദേവന്മാരെ, അവരുടെ ദൈവങ്ങളെ അവർ വിളിച്ച് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ പറയുവാനായിട്ട് അവർ തുടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു വലിയൊരു കൊടുങ്കാറ്റ് ആ സമുദ്രത്തിന്മേൽ ആഞ്ഞടിക്കുന്നു. അവിടെ കപ്പൽ ആടിയുലയുന്നു. ജനങ്ങളെല്ലാം മേടിച്ച് വിറച്ചു നിൽക്കുന്ന ഒരു അനുഭവം. അവർ ഈ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുമെന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഓരോരുത്തൻ എന്താണ്, താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും നിലവിളിച്ചുകൊണ്ട് അവരവരുടെ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ യോന അവൻ്റെ ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ ഓടിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. യോനയുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നത് അതൊരു പരീക്ഷണമാണോ? ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇംഗിതത്തിന് പ്രകാരം നമ്മൾ ജീവിക്കാതെ നമുക്ക് നേരിടുന്ന പ്രയാസങ്ങൾ അത് പരീക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മൾ ചിന്തിക്കും, ഈ പരീക്ഷണങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് അനുവദിക്കുന്നത്? നമ്മളെ തന്നെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളെ തന്നെ നാം വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ളതായ അവസ്ഥകൾ ഉണ്ടാകുന്നത്? ഒരുപക്ഷെ വീണ്ടും ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ അടുത്ത് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവവുമായുള്ള ആ ബന്ധത്തിൽ, ആത്മീയ ബന്ധത്തിൽ എന്തെങ്കിലും വിച്ഛേദനം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് നമ്മൾ അനുകൂലപരമായി നാം ചിന്തിക്കാതെ നമ്മൾ പലപ്പോഴും നിഷേധാത്മകമായ രീതിയിലാണ് നാം ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ ദാസനോ അവൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ അവൻ ഉറങ്ങുന്നു. ദൈവത്തിൻ്റെ ദാസൻ അവൻ കപ്പലിൻ്റെ ആ അടിത്തട്ടിൽ വളരെ നല്ല രീതിയിൽ അവൻ ഉറങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ കോളിളക്കം അവിടെ ഉണ്ടായി. കപ്പൽ ആടി ഉലയുന്നു. കപ്പലിലെ ഭാരം കുറയ്ക്കുവാനായിട്ട് അതിലിരിക്കുന്ന സാമഗ്രികളെല്ലാം ജനം കടലിലേക്ക് വലിച്ചെറിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ യോന പ്രവാചകൻ അവൻ വളരെ ശാന്തനായി അവൻ ഉറക്കത്തിലാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നോക്കുക, ഇത് എങ്ങനെയുള്ളതായ ഒരു അവസ്ഥയാണ് എന്ന്. നമ്മുടെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ പറയുന്നത് 2-ാം അധ്യായം 2:2, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ 2:2 വായിക്കുമ്പോൾ ഞാൻ എൻ്റെ കഷ്ടതയിൽ ഞാൻ നിലവിളിച്ചു. ഇവിടെ ആ കൊടുങ്കാറ്റുണ്ടാകുന്നു. അതിന് താഴെയുള്ളതായ പല സംഭവങ്ങൾ നമുക്ക് അറിയാമല്ലോ പ്രിയമുള്ളവരെ. അവിടെ യോനയുടെ പേരിൽ ചീട്ട് അവരെടുക്കുന്നു. യോന അവനെ കടലിലേക്ക് എറിയുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു.
കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ വായിച്ചല്ലോ, യോന എന്താണ് കർത്താവായ ദൈവം അവിടെ ആയിരുന്നതുപോലെ 3 രാവ് അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു കടലാനയുടെ അതിൻ്റെ വയറ്റിലായിരുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ ആ കടലാനയുടെ വയറ്റിൽ അവൻ കിടക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അവൻ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട്, അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടിയപ്പോൾ അവിടെ ദൈവം എന്താണ് അവനെ ആ പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവനെ നയിച്ചതായി നാം കാണുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവൻ എത്തിപ്പെടുകയും അവൻ ആ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് എന്താണ് ഞാൻ നിലവിളിച്ചു എന്നാണ് വചനം ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ട് നീ എന്നെ സമുദ്രത്തിൻ്റെ മധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ അയ്യം വിളിക്കുന്നു ദൈവത്തോട്. ഇപ്പോൾ ഓടിയ യോന അവൻ തിരിച്ച് ദൈവത്തോട് അയ്യം വിളിക്കുന്നു. അവൻ ദൈവത്തോട് സംസാരിക്കുവാനായിട്ട്, സംഭാഷണം ചെയ്യുവാനായിട്ട് അവന് ഒരു വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തോട് അയ്യോ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെയാണ് മനുഷ്യരുടെയും അവസ്ഥ. അവരും എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരങ്ങ് ഓടിക്കളയും, ദൈവത്തെ മറന്നു കളയും, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ അകന്നു പോകും. എന്നാൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ യേശു അല്ലെങ്കിൽ ദൈവം അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഒന്നും കൊണ്ടും അവൻ്റെ താലന്തുകളും അവൻ്റെ ആയ കഴിവുകളും അവൻ്റെ ആയ ബുദ്ധിക്ക് അനുസൃതമായി യാതൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്ന് അവസാനം വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ അയ്യം വിളിക്കും. ആരോടാണ് അയ്യം വിളിക്കുന്നത്? അവൻ ദൈവത്തോട് അയ്യം വിളിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ ഒരു അയ്യം വിളിയിലാണ് ഇവിടെ നമ്മുടെ കഥാപാത്രമായ യോന അങ്ങനെ ദൈവത്തോട് ആ പാതാളത്തിൻ്റെ ആ അടിത്തട്ടിൽ അതിൻ്റെ ആ വയറ്റിൽ നിന്ന് അവൻ അയ്യം വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് തുടർന്ന് നമുക്ക് നോക്കാം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവൻ അനുഭവിക്കുന്നതായ അല്ലെങ്കിൽ അവൻ ആ പട്ടണത്തിൽ ഉണ്ടായ അനേക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവൻ ആ പാതാളത്തിൻ്റെ ആ അടിത്തട്ടിൽ നിന്ന് അയ്യം വിളിച്ചു. അവൻ ദൈവത്തോട് അവൻ നിലവിളിച്ചു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അവനൊരു ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം അവനെ ആ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സഞ്ചാര മാർഗം അവന് ഒരുക്കി. അവൻ നിനവയിലേക്ക് എത്തുന്നതും നിനവെ ജനങ്ങളോട് ഇടപെടുന്നതും നിനവെ ജനങ്ങളോട് ശക്തമായിട്ട് ആഹ്വാനം ചെയ്യുന്നതും അവൻ അവിടെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതായ വാക്യം നമുക്ക് പിന്നീട് നമുക്ക് വായിക്കാം, ഞാൻ വായിക്കുന്നതായിരിക്കും. എന്നാൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നിങ്ങളോട് ഞാൻ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ആ 2-ാം പ്രാവശ്യം യോനയിൽ ഉണ്ടായതെന്തെന്നാൽ, യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അവിടെ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അപ്പോൾ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്ന്, എന്നാൽ നിനവെ 3 ദിവസം വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന എന്താണ് അവിടെ അവൻ ആ നഗരത്തിൽ 3 ദിവസം അവൻ നടന്നാൽ മാത്രമേ അത് തീരുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അവൻ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന അവൻ ശിരസ്സ വഹിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവൻ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. ജനത്തോട് അവൻ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. ദൈവം അവന് ഏൽപ്പിച്ചതായ ദൗത്യം ഇപ്പോഴാണ് അവൻ ഏറ്റെടുത്തത്. അവൻ ആ ദൗത്യ നിർവഹണത്തിൽ അവൻ മുന്നോട്ട് പോയി. 3 ദിവസം ആ പട്ടണത്തിനെ ചുറ്റി നടന്ന് അവൻ പ്രസംഗിച്ചു. അങ്ങനെ അവൻ ആ ദേശം മുഴുവനും നടന്നു നീങ്ങി അവൻ പ്രസംഗിച്ചു. ദൈവം അവന് നൽകിയത് ദൂതോ എന്താണ്? നഗരം നശിക്കും, അത് ഉന്മൂല നാശം അതിന് ഉണ്ടാകും എന്ന് അവിടെ പറഞ്ഞു. അപ്പോഴാണ് 40 ദിവസം കഴിഞ്ഞാൽ ഈ പട്ടണം നശിക്കുമെന്നായിരുന്നു സന്ദേശം. ദൈവം ഈ വലിയൊരു ദൂത് അവിടെ ആ യോനയെ ഏൽപ്പിച്ചപ്പോൾ അത് ഏറ്റെടുത്ത്
അത് ആ ദേശത്തിലെ ജനങ്ങളെ അറിയിക്കുവാനുള്ള ഒരു മനസ്സ് അവന് ഉണ്ടായില്ല. എന്നാൽ അവനത് ഇതെന്തിനു വേണ്ടി ഇവരോട് പ്രസംഗിക്കണം, ഈ ദുഷ്ടജനം അവർ നശിച്ചു പോകട്ടെ എന്ന് അവിടെ കരുതുകയായിരുന്നു. എന്നാൽ ദൈവത്തിന് മനസ്സില്ല, അവർ നശിച്ചുവാൻ പോകുവാൻ പാടില്ല. എന്നാൽ ദൈവം എന്താണ് പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. നീ ഓടുമ്പോൾ ദൈവം നിന്നെ അവൻ വേറെ മാർഗത്തിലൂടെ നിന്നെ വലിച്ച് ഇഴച്ച് കൊണ്ടുവന്ന് അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് നിർവഹിക്കുമെന്നാണ് യോനയുടെ ജീവിതത്തിലുള്ള അനുഭവം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നിന്നെ കൊണ്ട് തന്നെ ആ പട്ടണം എന്താണ് അത് മാനസാന്തരപ്പെടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് യോന. ആയതിനാൽ നിർബന്ധമുണ്ട്. ആയതിനാൽ യോനയെ എന്ത് ചെയ്തു? അവന് കപ്പലിലല്ല, അവനെ എന്താണ് അവനെ വേറെ ഒരു സഞ്ചാര മാർഗം കടലാനയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് അവൻ സഞ്ചരിച്ചു. ആ കപ്പൽ അല്ലെങ്കിൽ കപ്പലിലൂടെ അല്ല, അവൻ കടലാനയുടെ വയറ്റിൽ അവൻ എന്താണ് ഒരു വിചിത്രമായ ഒരു യാത്ര അവന് അവിടെ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേറെ ഒരു മനുഷ്യർക്കും ഇപ്രകാരമായ ഒരു അനുഭവം ഉണ്ടായില്ല. ഇപ്രകാരമായ ഒരു സഞ്ചാര മാർഗം ആർക്കും തന്നെ ഉണ്ടായില്ല, ദൈവം ഒരുക്കിയില്ല. എന്നാൽ യോന എന്ന ഈ വലിയ പ്രവാചകന് ദൈവം എന്താണ് അങ്ങനെയുള്ള ഒരു സഞ്ചാര മാർഗം തന്നെ അവിടെ ഒരുക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇടപെടുന്നത്. ദൈവം നമ്മളെ വെച്ച് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കണമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ എവിടെ പോയിരുന്നാലും ശരി, ദൈവം നിന്നെ ആ സ്ഥാനത്തേക്ക്, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും ആ വ്യക്തികൾ ഇടപെടുകയും അവരെയും ദൈവസന്നിധിയിലേക്ക് ദൈവം ചേർക്കുമെന്നതിൽ യാതൊരു വിധമായ സംശയവുമില്ല. പലപ്പോഴും ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ അത് ഞാൻ എന്താണ് അവിടെ പോകാതെ ഞാൻ അവിടെ നിന്നും ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയും യാദൃച്ഛികമായി അവിടെയുള്ളവരുമായിട്ട് ആ ദൈവീയമായ സന്ദേശങ്ങൾ അവർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൃശ്ശൂരിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞാൻ പോയത്. എന്നാൽ അന്ന് രാവിലെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ തൃശ്ശൂർ പട്ടണത്തിൽ ഞാൻ ഒരു ഹോട്ടലിൽ കയറി എൻ്റെ ആ പ്രഭാത ഭക്ഷണം ഭക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഞാൻ അങ്ങോട്ട് നടന്ന് നീങ്ങുമ്പോൾ ആ ഹോട്ടലിന് അരികിലുള്ളതായ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. മനുഷ്യനോട് എനിക്കറിയാവുന്ന വ്യക്തിയാണ്, ഞാൻ പല വർഷങ്ങളായി കണ്ടിട്ടുള്ളതാണ്. എന്നാൽ അന്ന് പ്രഭാതത്തിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അന്ന് ഞാൻ രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഞാൻ ദൈവവചനം പറയേണ്ടത് വന്നു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഞാൻ ആ മനുഷ്യന് കൊടുത്തു. അവൻ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുകയും ചെയ്തു. അവൻ ദൈവത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ഒരു ദാസനായി വീണ്ടും നമുക്ക് കണിശമായി കാണണമെന്നും ഇത് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പഠിക്കണമെന്നും അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നും ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. ഞാൻ അന്ന് പ്രധാന ഒരു കമ്മിറ്റിയിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞാൻ തൃശ്ശൂരിന് പോയത്. എന്നാൽ അന്ന് ആ കമ്മിറ്റിയിലെല്ലാം അതിനേക്കാളും പ്രധാനമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ നൽകുന്ന ബൈബിൾ സ്റ്റഡി എന്ന് എനിക്ക് തോന്നി, പ്രിയമുള്ളവരെ. ആയതിനാൽ ഞാൻ അവിടെ ഇരുന്ന് ആ മനുഷ്യന് ദൈവീയ ഉപദേശങ്ങൾ ഓരോന്നായി ഞാൻ പരിശോധിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും ആ വ്യക്തിക്ക് വാക്യങ്ങളിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെയല്ല, ഇവിടെയാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് ഞാൻ സഞ്ചരിക്കേണ്ടത്, ഇങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവം അത്ഭുതകരമായി നിന്നോട് ഇടപെടുകയും നമ്മൾ വളരെ വിചിത്രമായ രീതിയിൽ നമ്മൾ ആ ദൈവീയമായ ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും അപ്രത്യക്ഷമായ രീതിയിലാണ് പല മേഖലകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ദൈവം നിന്നെ വഹിക്കുന്നു, ദൈവം നിന്നെ നയിക്കുന്നു, ദൈവം നിന്നെ എല്ലാ രീതിയിലും നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതായ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോനയുടെ ജീവിതത്തിൽ ഇവിടെ 4-ാമത്തെ അധ്യായം, യോനയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ യേശു അല്ലെങ്കിൽ പിതാവായ ദൈവവുമായിട്ട് അവിടെ യോന പ്രതിവാദം ചെയ്യുന്നതായ ഒരു അധ്യായമാണ്. യോനയുടെ ചിന്തയിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ നിനവയിലെ ജനങ്ങൾ ദുഷ്ടരാണ്,
അവർ പാപത്തിൻ്റെ ഉച്ചഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്, അവർ നശിച്ചു പോകണമെന്നാണ് യോനയുടെ ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ ചിന്ത എന്താണ്? ആ ഉച്ചഘട്ടത്തിൽ, പാപത്തിൻ്റെ ഉച്ചഘട്ടത്തിൽ നിന്ന് ഒരു മനംമാറ്റം അവർക്കുണ്ടാകണം. അവർക്കൊരു മനംമാറ്റം ഉണ്ടായാൽ ഞാൻ ആ ജനത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം തീരുമാനമെടുക്കുന്നു. 40 ദിവസം, എന്താണ് 40 ദിവസത്തിനും കഴിയുമ്പോൾ ഈ നിനവെ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം പറയുന്നു എന്ന് ഈ മനുഷ്യൻ എന്താണ് വാതോരാതെ 3 ദിവസം ആ പട്ടണത്തിൻ്റെ അങ്ങും ഇങ്ങും നടന്ന് ആ ഒരു സന്ദേശം നൽകിയിട്ട് ഇതാ ദൈവത്തിൻ്റെ ദാസൻ പ്രസംഗിച്ചതിന് വിരുദ്ധമായിട്ട് അവിടെ ഒരു സംഭവം അരങ്ങേറുന്നതായിട്ട് നമുക്ക് കാണുന്നു. ആയതിനാൽ യോന ആ അധ്യായത്തിൻ്റെ ആരംഭം മുതൽ അവിടെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായും ആ ദൈവത്തോട് വാദം ചെയ്യുന്നതായും ഇത് തന്നെയാണ്. എനിക്ക് നേരത്തെ തന്നെ എനിക്കറിയായിരുന്നു ദൈവം എന്നാ പണിയാണ് കാണിച്ചത്. ഞാൻ ഇതെല്ലാം പ്രസംഗിച്ച് കണ്ട് ഇവിടെ വന്നിരുന്ന് ആ പട്ടണത്തിന് എന്താണ് നടക്കുന്നതെന്ന് ഞാൻ കാണാൻ വേണ്ടി ഞാനിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം എന്ത് പണിയാണ് ഈ കാണിച്ചത്, ദൈവം എന്തിനാണ് അനുതപിച്ചത് എന്ന് ദൈവത്തോട് അവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം അങ്ങനെ ഉള്ള ഒരു ജീവിതമാണോ നമ്മൾ നയിക്കേണ്ടത്? ദൈവം താൻ സൃഷ്ടിച്ച എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നും അവൻ സംരക്ഷിക്കുന്നു എന്നും അവൻ്റെ കരങ്ങളിൽ അവൻ വഹിക്കുന്നു എന്നും അവൻ അത്ഭുതകരമായി നയിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോനയെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവൻ്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം സങ്കടത്തോടുകൂടി, അയ്യോ ഞാൻ പ്രസംഗിച്ചതൊന്നും നിറവേറിയില്ല. ചിലപ്പോൾ ചില പ്രവചനങ്ങളൊക്കെ ദൈവദാസന്മാർ നടത്തും, ആ പ്രവചനങ്ങളൊന്നും നിറവേറത്തില്ല. അവസാനമായിട്ട് വളരെയധികം ഭാരത്തോടുകൂടി ഇരിക്കുന്നതായ അവസ്ഥകളും ഉണ്ടാകും. എന്നാൽ ഇവിടെ യോന ഇവിടെ പ്രവചിച്ചു. എന്താണ് പ്രവചിച്ചത്? 40 ദിവസത്തിനുള്ളിൽ ഈ പട്ടണം നശിക്കുമെന്ന് പ്രവചിച്ചു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ അവിടെ നടന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആ ജനം എന്താണ്? ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു, മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ വലിയ സങ്കടത്തിലിരിക്കുന്ന മനുഷ്യന് ഒരു ആവണക്ക് ചെടി അവന് തണലായിട്ട്, ആ വെയിലിൽ നിന്ന് ആ ചൂടിൽ നിന്നൊക്കെ അവനൊരു രക്ഷയായി ആവണക്ക് ചെടി അവിടെ പെട്ടെന്നുണ്ടായി. അത് ഉണ്ടായി എന്ത് സംഭവിച്ചു? അവന് തണൽ നൽകി. അവൻ വളരെയധികം അവൻ സന്തോഷിച്ചു എന്ന് നാം കാണപ്പെടുന്നു. അങ്ങനെ 4:7 നമുക്ക് കടന്നു ചെല്ലാം. പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ച് ആക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി എന്നാണ് പറയുന്നത്. ആവണക്ക് ചെടി അവിടെ ഉണ്ടായപ്പോൾ വളരെയധികം സന്തോഷിച്ചു. അപ്പോൾ പിറ്റേന്ന് അവൻ നോക്കിയപ്പോൾ എന്താണ്? ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ച് ആ ആവണക്ക് ചെടിക്കുള്ളിൽ പോയി അതിനെ കുത്തിക്കളഞ്ഞു. അതിനെ കുത്തിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ആവണക്ക് വാടിപ്പോയി, അത് എന്താണ് ഉണങ്ങിപ്പോയി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങൾ അവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യോനയുടെ ജീവിതത്തിൽ ഉണ്ടായതായ കാര്യം, ദൈവത്തെ നിഷേധിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 8-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുക്ഷണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി, വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു, മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്താണ്? ഞാനങ്ങ് ചത്തുകളയാമെന്ന് പലരും ചിന്തിക്കും. എന്നാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നവരായി ജീവിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ദൈവമേ, അടിയങ്ങൾ കർത്താവെ എപ്പോഴും പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ ദൈവമേ കർത്താവെ തിരിച്ചറിവോടുകൂടി അങ്ങയുടെ ആഹ്വാനത്തിൻ്റെ ഇംഗിതത്തിൻ പ്രകാരം ഞങ്ങൾ ജീവിക്കുവാനായിട്ട് നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആമേൻ.